പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും ആരോഗ്യമുള്ളവരായിരിക്കാനാണ് ആഗ്രഹിക്കുക. എപ്പോഴും നല്ല ചുറുചുറുക്കുള്ള ഒരു യുവത്വം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ വയസ്സായ വാപ്പമാരോട് നടക്കാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ പ്രയാസമുള്ള, എപ്പോഴും കിടക്കുന്ന നമ്മുടെ വല്ലുമ്മാനോടും വല്ലുപ്പാനോടൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ പലരും ഒക്കെ പറയുന്നത് ആ ആരോഗ്യമുള്ള കാലം, ആ യുവത്വ കാലം ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നായിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മമാര്, സ്ത്രീകൾ ഈ പറയുന്ന 10 കാര്യത്തിൽ പലതും ശ്രദ്ധിക്കാറില്ല. വളരെയധികം അപകടമാണ്. ജീവിതത്തിൽ ദാരിദ്ര്യം വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല, ഈ 10 കാര്യം ശ്രദ്ധിക്കാതെ പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് പോകും. പെട്ടെന്നവർ വയസ്സന്മാരായി മാറുമെന്നാണ് ഇന്ന് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ നമ്മൾ കേട്ട് മനസ്സിലാക്കുക. കൂട്ടത്തിൽ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം, പെട്ടെന്ന് വയസ്സാവാതിരിക്കാനുള്ള ഒരു ദിക്ർ. നമുക്കൊന്ന് കേട്ടാലോ? വീഡിയോ മുഴുവനായും കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, വാപ്പമാരെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും തന്ന് പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തില് നമ്മുടെ വീഡിയോകൾ കാണുന്ന, നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന പലരും ഒക്കെ നിരവധി ദുആ വസിയത്തായി ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പലരുടെയും കുടുംബത്തിലെ പല ആളുകൾക്കും, അത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ, വയസ്സായ ഉമ്മമാര്, വാപ്പമാര്, അവർക്കൊക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ചെറിയൊരു തടിപ്പ് പോലെ വന്ന്, അല്ലെങ്കിൽ ഒരു മുഴ പോലെയൊക്കെ വന്നിട്ട് വലിയ വേദനയും വിഷമവും ഒക്കെയാണ്. അപ്പോൾ MRI സ്കാനൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു പ്രയാസവും ഇല്ലാതിരിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണമെന്നൊക്കെ ഒരുപാട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പലരൊക്കെ വലിയ പ്രയാസത്തിലാണ്. ക്യാൻസർ രോഗം, അതുപോലെ ബ്രെയിൻ ട്യൂമർ, അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന ആളുകൾ, അതുപോലെ തന്നെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, പിന്നെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, പിന്നെ പല സഹോദരന്മാരും സഹോദരിമാരും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചികിത്സയിലാണ്. പലരുമൊക്കെ പല റിസൾട്ടുകളൊക്കെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പേര് വലിയ പ്രയാസത്തിൽ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ പടച്ചവൻ ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നുണ്ട് എന്നൊക്കെ വലിയ സന്തോഷമൊക്കെ പറയുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇരുലോകത്തും ഗുണപ്രദമാകുന്ന നല്ല കാര്യങ്ങളായി അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് യൗവനകാലം, അല്ലെ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വയസ്സായാൽ നമുക്ക് മറ്റൊരാളുടെ ഒരു സഹായമില്ലാതെ പലതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ചുറുചുറുക്കുള്ള ഒരു കാലം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. ഒരു യൗവനത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. ഒരു കവി പറയുന്ന ഒരു കവിത ഞങ്ങൾ പണ്ട് ദർസിലൊക്കെ പഠിക്കുന്നു. അലാ ലൈത ശബാബ യഊദു യൗമാ ഫഖുബിറഹു ബിമാ ഫഅലൽ മശീബു എന്നൊക്കെ പറഞ്ഞൊരു കവിത പറയാറുണ്ട്. അതായത് ഒരു വയസ്സായ ആളിങ്ങനെ പറയുകയാണ്, അലാ ലൈത ശബാബ യഊദു യൗമാ, ഒരു ദിവസം യുവത്വം എന്നിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ ആ യുവത്വത്തോട് പരാതി പറയും. എന്ത്? ഈ വാർദ്ധക്യകാലം എന്നോട് ചെയ്ത പല ക്രൂരതകളെപ്പറ്റി ഞാൻ പരാതി പറയും എന്നൊക്കെ കവികളൊക്കെ ഇങ്ങനെ യുവത്വത്തെ വർണ്ണിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കവിതകളൊക്കെ പാടാറുണ്ട്. പറഞ്ഞു വന്നത്, വയസ്സാകുന്നത് നമ്മളാരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. എപ്പോഴും ഒരു ചുറുചുറുക്കുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു യുവത്വം ഇഷ്ടപ്പെടാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായഭേദമന്യേ സ്ത്രീകൾ ഉൾപ്പെടെ മിക്ക ആളുകളും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ, കല്യാണത്തിനാവട്ടെ, പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ, അല്ലെ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഇന്നിപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ പൗഡറും അതുപോലെ തന്നെ പുട്ടിയും അതും ഇതൊക്കെ വാരി തേക്കാറുണ്ട്. എന്താണ്? ചെറുപ്പമായിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, അല്ലെ? നരച്ച മുടി ഉണ്ടെങ്കിൽ പലരൊക്കെ കറുപ്പിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സഹോദരിമാരും അങ്ങനെ ചെയ്യാൻ പാടില്ല, സഹോദരന്മാരും ചെയ്യാൻ പാടില്ല. മുടി കറുപ്പിക്കാൻ പാടില്ല. മുടി കറുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കറുപ്പിക്കുന്ന വസ്തു ഉണ്ടല്ലോ, അത് നമ്മൾ തേച്ചാൽ വുളൂഇനെ തടയും, വെള്ളത്തെ തടയുന്ന വസ്തുവാണ്.
അപ്പോൾ അത് നമ്മുടെ വുദു ശരിയാവില്ല, കുളി ശരിയാവില്ല, നമ്മുടെ ഇബാദത്തൊന്നും ശരിയാവില്ല. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത്. പിന്നെ മൈലാഞ്ചി വെച്ച് നമുക്ക് ചുവപ്പിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. താടിയോ മുടിയോ, അത് സ്ത്രീകൾക്കൊക്കെ മൈലാഞ്ചി ഇട്ട് അവരുടെ മുടി ഇങ്ങനെ നരച്ച മുടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചുവപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരിക്കലും കറുപ്പിക്കാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇനി യുവത്വകാലം. അപ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ പെട്ടെന്ന് നരയ്ക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ നരക്കുക മാത്രമല്ല, അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് 40 വയസ്സാകുമ്പോൾ തന്നെ ഒരു വലിയൊരു ഉമ്മുമ്മായായ ഒരു സ്ത്രീകൾ പലരും ഉണ്ട്. സാധാരണ ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറയുന്നത് ചില സ്ത്രീകളുടെ ഒരു 10 സ്വഭാവം, സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരും ഒരു 10 സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വയസ്സായി പോകുമെന്നാണ്. പെട്ടെന്ന് പ്രായം നമുക്ക് തോന്നിക്കും. എന്താണ് ആ 10 സ്വഭാവം? ഒന്നാമത്തേത്, വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രായം പെട്ടെന്ന് നമുക്ക് തോന്നുമെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലിയൊക്കെ ഇങ്ങനെ വരണ്ട രൂപത്തിലായി മാറും. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഒരു ശോഷിച്ച പോലെ നമുക്ക് തോന്നും. നമുക്ക് തോന്നുന്നല്ല, ആ മൊത്തത്തിൽ അങ്ങനെയായി പോകും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് എൻ്റെ ഉമ്മമാരെ വാപ്പമാരെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നിപ്പോ മൂത്ര സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ കൂടുന്ന കാലമാണ്. പ്രത്യേകിച്ച് ഈ AC-യിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കണം. AC-യിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. ചില ആൾക്കാർ പറയും, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മൂത്രമൊഴിച്ചിട്ട് പോയതാ, പിന്നെ എനിക്ക് വൈകുന്നേരമാണ് മൂത്രമൊഴിക്കേണ്ടത്. വല്ല അഭിമാനത്തോടു കൂടി പറയും. അങ്ങനെ അഭിമാനത്തോടു കൂടി ഈ ഇടക്ക് മൂത്രമൊഴിക്കാൻ മുട്ടാത്ത അല്ലെങ്കിൽ തോന്നാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വൃക്കക്ക് എന്തോ തകരാറുണ്ട്. കാരണം ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം 1.5 ലിറ്റർ മൂത്രം ഒഴിക്കണമെന്നാണ്. പ്രത്യേകിച്ച് മൂത്രം പിടിച്ചു വെക്കുന്ന സ്വഭാവം സ്ത്രീകൾക്ക് കൂടുതലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവേണ്ടതാണ്. അള്ളാഹു അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത് പിടിച്ചു വെക്കാൻ പാടില്ല. അത് മലമൂത്ര വിസർജനം അത് തോന്നുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കരമായ ഗുരുതരമായ അസുഖങ്ങൾ അതിന്റെ പിറകിൽ ഉണ്ടാകും. പിന്നെ പല സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികളൊക്കെ വെള്ളം കുടിക്കില്ല. എന്താ വെള്ളം കുടിക്കാതെ? മൂത്രമൊഴിക്കാൻ മുട്ടുമെന്ന്. ആയിക്കോട്ടെ എടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ അത് മൂത്രമൊഴിച്ചങ്ങോട്ട് കളഞ്ഞാൽ മതി. നിങ്ങൾ വെള്ളം കുടിക്കാതിരുന്നാൽ പിന്നെ ജീവിതത്തിലെ മൂത്രമൊഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ ഇന്ന് പടർന്നു പിടിക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വെള്ളം നല്ലവണ്ണം കുടിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ. അപ്പോൾ ഓരോ ആളുകളുടെയും ഈ തൂക്കത്തിനനുസരിച്ചാണ് വെള്ളം കുടിക്കുന്നതിന്റെ അളവ് പറയുന്നതെന്നാണ്. ഇപ്പൊ എനിക്കിപ്പോ 80 കിലോ ഉണ്ടെങ്കിൽ ഒരു ദിവസം 4 ലിറ്റർ വെള്ളം കുടിക്കണം. കാരണം 20, 40, 60, 80, അതായത് ഓരോ 20 കിലോക്കും 1 ലിറ്റർ വെള്ളം വീതം കുടിക്കണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഒക്കെ എപ്പോഴും ഒരു ഏകദേശം ഒരു 1.5 ലിറ്ററിന്റെ കുപ്പി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. ഞാനും അത്യാവശ്യം വെള്ളം കുടിക്കാറുണ്ട്, പക്ഷെ കുറവാണ്. നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. വെള്ളം കുടിച്ചില്ല എങ്കിൽ ഭയങ്കരമായ പ്രശ്നമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ശുദ്ധമായ വെള്ളം അത് നമ്മുടെ ശരീരത്തിന് ചില ആളുകൾ ചായ ഒരുപാട് കുടിക്കും. ചായ കുടിച്ചിട്ടൊന്നും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടണമെങ്കിൽ ചായ അല്ല, അല്ലെങ്കിൽ എന്താണ് സ്കോഷ് വെള്ളമോ നാരങ്ങ വെള്ളമൊന്നും അല്ല. നല്ല ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ നല്ല പച്ചവെള്ളമോ കുടിക്കുക. അതെന്താണ് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം നൽകും. പ്രത്യേകിച്ച് ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, അമിതമായി മധുരം കഴിക്കുക. അമിതമായി മധുരം കഴിച്ചാൽ പെട്ടെന്ന് വയസ്സായ രൂപത്തിൽ നമ്മുടെ ശരീരം മാറും. വാർദ്ധക്യം കടന്നു വരും. ജീവിതത്തിൽ ദാരിദ്ര്യം തന്നെ കടന്നു വരുമെന്നാണ്. ഈ അമിതമായി മധുരം കഴിച്ച് അവസാനം ഷുഗറൊക്കെ കൂടി, പ്രമേഹം കൂടി, കയ്യിലുള്ള മുഴുവൻ പൈസയും വിറ്റ് തുലച്ചാലും ഷുഗർ മാറാത്തൊരവസ്ഥ. പിന്നെന്തായി? ദാരിദ്ര്യത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അമിതമായി മധുരം കഴിക്കാൻ പാടില്ല. ചില ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ട് പറയോ എനിക്ക് ഷുഗറൊക്കെ നോർമലാണ്, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ മധുരം കഴിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരിക്കലും പറയാൻ പറ്റില്ല. ഷുഗർ പെട്ടെന്ന് ഹൈ ആകും, പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ പ്രഷർ പെട്ടെന്ന് കൂടും, പെട്ടെന്ന് കുറയും. ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് അമിതമായി മധുരം കഴിക്കൽ നമ്മുടെ വാർദ്ധക്യത്തെ വേഗത്തിൽ വിളിച്ചു വരുത്തുന്നതാണ്. മൂന്നാമത്തേത്, ഉറക്കക്കുറവാണ്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുരുഷന്മാരും ശ്രദ്ധിക്കുക. ഉറക്കക്കുറവ് അതെന്താണ്? നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയസ്സാകും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം ആരോഗ്യം കുറഞ്ഞു പോകും. ചുരുങ്ങിയത് 10 മണിക്കെങ്കിലും നമ്മൾ കിടക്കണം. 10 മണിക്ക് കിടക്കുക. എൻ്റെ പൊന്നുസ്താദ് നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം, പക്ഷെ വീട്ടിലെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് എത്രയോ സമയം കഴിഞ്ഞാൽ കിടക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 10 മണിക്ക് കിടക്കാം. നാളെ ഇപ്പോൾ എല്ലാ ദിവസവും 12 മണിക്ക് കിടക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു 10 മണിക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. അത് പതിയെ നമ്മൾ സമയം കുറച്ച് കൊണ്ടുവരണം. 10 മണി തൊട്ട് 5 മണി വരെ ഈ ഒരു ടൈമാണ് ഏറ്റവും ഉചിതമായ ഉറങ്ങാൻ ഏറ്റവും നല്ല ടൈം. 10 മണി തൊട്ട് 5 മണി വരെയാണ്. 5 മണിക്ക് എഴുന്നേക്കുക, അല്ലെങ്കിൽ 4:30 എഴുന്നേക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. വളരെ റാഹത്തായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? പരമാവധി നേരത്തെ
കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഉറക്കക്കുറവ് അതെന്താണ്? പെട്ടെന്ന് നമ്മുടെ ശരീരം ശോഷിക്കും, ആരോഗ്യം ക്ഷയിക്കും, നമ്മുടെ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. നാലാമത്തേത് വറുത്തത് പൊരിച്ചത് ഒക്കെയായ ജങ്ക് ഫുഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അമിതമായിട്ട് വല്ലപ്പോഴും രുചി നോക്കാൻ കഴിക്കുകയല്ല, ഇത് അമിതമായി സ്ഥിരമായി അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ ഗുരുതരമാണ്. നമ്മുടെ ശരീരം ശോഷിച്ചു പോകും, നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യമുണ്ടാകും. അഞ്ചാമത്തേത് മദ്യം, സിഗരറ്റ്. അത് പിന്നെ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ആരും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് കൂടുതൽ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പ്രത്യേകിച്ച് സിഗരറ്റിന്റെ കാര്യം പറയട്ടെ, പലരൊക്കെ നല്ല വീട് വലിച്ചോ ഉള്ളിലുള്ള ആ ശ്വാസകോശം പെട്ടെന്ന് തന്നെ കേടായി പോകും. നമ്മൾ കാരണം നമ്മുടെ കുടുംബം തന്നെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം നമുക്കൊരു അസുഖം വന്നാൽ പിന്നെ കുടുംബത്തിലെ എല്ലാവരുടെയും പൈസയൊക്കെ എടുത്ത് നമ്മുടെ ഈ രോഗം ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ആ പരിപാടി, ഈ വീട് വലിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് പതിയെ നിർത്തുക. മദ്യം ആരും നമ്മൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായി നിർത്തിക്കോ, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയുണ്ടാകും. ആറാമത്തേത് മാനസികമായ സമ്മർദ്ദം അധികരിക്കുമ്പോൾ വാർദ്ധക്യം പെട്ടെന്ന് വരും. ഇന്നിപ്പോൾ ഭയങ്കര ഡിപ്രഷനും ടെൻഷനും ഒക്കെയാണ് പല ആളുകൾക്കും. പലരുമൊക്കെ സത്യം പറഞ്ഞാൽ ഈ ടെൻഷനൊക്കെ വിളിച്ചു വരുത്തുകയാണ്. ഒരു കാര്യമില്ലാത്ത ഒരു നമ്മൾ മൈൻഡ് ചെയ്യാണ്ടാത്ത കാര്യം മൈൻഡ് ചെയ്യരുത്. പലരുമൊക്കെ ഈ വേണ്ടാത്ത കാര്യത്തിൽ തലയിട്ടിട്ട് മറ്റുള്ളവരുടെ ഭാരം കൂടി ഇങ്ങനെ ചുമക്കുന്ന ഒരു അവസ്ഥ. ഒരിക്കലും അങ്ങനെ പാടില്ല. മാനസികമായ സമ്മർദ്ദം കൊടുക്കുക, അമിതമായ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടത്. നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഏഴാമത്തേത് അമിതമായി മേക്കപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ വാർദ്ധക്യം നമുക്ക് തോന്നുന്ന, നമ്മൾ ഓർക്കുക ഞാൻ ഭയങ്കര സുന്ദരനാണെന്ന്, പക്ഷെ പെട്ടെന്ന് നമ്മുടെ തൊലി അത് ചുക്കിച്ചുളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എട്ടാമത്തേത് വ്യായാമത്തിന്റെ കുറവാണെന്നാൽ ഒരു ദിവസം 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് നടക്കണമെന്നാൽ. നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട്, പക്ഷെ അതല്ല, വ്യായാമത്തിനായിട്ടുള്ള നടത്തം നമ്മൾ ചെയ്യുക. നിസ്കരിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ വ്യായാമത്തിന്റെ ഒരു നടത്തം ചുരുങ്ങിയത് ഒരാൾ 20 മിനിറ്റെങ്കിലും ഒരു ദിവസം നടന്നിരിക്കണമെന്നാണ്. പിന്നെ ഒമ്പതാമത്തേത് എപ്പോഴും ദേഷ്യം. അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നവരുടെ ആയുസ് തന്നെ ചുരുങ്ങിപ്പോകും. മാത്രമല്ല അവർക്ക് ഈ വാർദ്ധക്യം പെട്ടെന്നുണ്ടാകുമെന്നാണ്. പത്താമത്തേത് അമിതമായി സ്ഥിരമായി വെയിൽ കൊള്ളുക. അമിതമായിട്ട് സ്ഥിരമായി വെയിൽ കൊള്ളുക. വെയിൽ കൊള്ളണം, അത് നല്ലതാണ്. നമുക്ക് വിറ്റാമിൻ സി ഒക്കെ കിട്ടണമെങ്കിൽ ഈ വെയിൽ കൊള്ളണം. പക്ഷേ അത് അമിതമായാൽ അത് നമ്മുടെ വാർദ്ധക്യത്തെ വിളിച്ചു വരുത്തും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിവിടെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. അമിതമായിട്ട് ടെൻഷൻ ഉണ്ടായാൽ വാർദ്ധക്യമുണ്ടാകും, അല്ലെ? വാർദ്ധക്യമുണ്ടാകും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ, നിത്യമാക്കിയാൽ, അവന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാക്കായി ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖറജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവന്റെ മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ട്, പ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുന്നതാണ്. മാത്രമല്ല അവനിക്ക് അല്ലാഹു തആല ജീവിത വിഭവം തുറന്നു കൊടുക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാർ പരമാവധി അധികരിപ്പിക്കുക. നമുക്ക് നമ്മുടെ ഈ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ നോക്കണം. ശാരീരികമായ ആരോഗ്യം നോക്കുന്നതോടൊപ്പം തന്നെ മാനസികമായ ആരോഗ്യം നോക്കണം. മാനസികമായ ഒരു ഉന്മേഷം ഉണ്ടാവണം, ഒരു ഇബാദത്തുകൾക്കൊക്കെ ഒരു ഉണർവുണ്ടാവണം. എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ പതിവാക്കിക്കോ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എന്ത് ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹ്. മനസ്സിങ്ങനെ ശാന്തമാക്കിയിട്ട് ഇസ്തിഗ്ഫാർ പറ. അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറയ്. ഒറ്റക്കിരുന്നിട്ട് കണ്ണടച്ചിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ പറയും. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞും ഇശാ മഗ്രിബിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടോ ഒരു 100 വട്ടം വീതം പറയും. ഇൻഷാ അല്ലാഹ് വലിയ ഖൈർ ജീവിതത്തിൽ ഉണ്ടാകും. പെട്ടെന്ന് വാർദ്ധക്യം ഇല്ലാതിരിക്കാൻ, ജീവിതത്തിൽ ദാരിദ്ര്യവും വാർദ്ധക്യവും വേഗത്തിൽ കടന്നു വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞ 10 കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി കടന്നു വരാതിരിക്കാൻ ഈ ദിക്ർ, ഈ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഈ ദിക്ർ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ചൊല്ലിയാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അപ്പൊ ഇസ്തിഗ്ഫാർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ സ്ഥിരമായി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും. മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഇസ്തിഗ്ഫാറിന്റെ പിറകിൽ, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. സ്വർഗത്തിലേക്ക് അടുക്കാനും നരകത്തിൽ നിന്നും അകന്നു നിൽക്കാനും
നമ്മുടെ മരണത്തിന്റെ സമയത്ത് സന്തോഷം കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ ഉപജീവനം എല്ലാത്തിലും ഖൈറും സന്തോഷവും സമാധാനവും നമ്മുടെ കടങ്ങളൊക്കെ മാറാനുള്ള എളുപ്പവഴി അല്ലാഹു തആല തുറന്നു തരും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ജീവിതത്തിൽ ഇന്ന് തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു 10 കാര്യങ്ങൾ. ഇത് ഒഴിവാക്കിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ പലതും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ പലതും നമ്മൾ ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് വാർദ്ധക്യം വരും, പെട്ടെന്ന് നമ്മളൊക്കെ വയസ്സായി പോകും. അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള മഹാ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് മറന്നു പോകരുത്. എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും സ്നേഹത്താൽ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും പ്രയാസ പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു തആല കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രത്യേകമായി ഇന്നത്തെ മജ്ലിസിലൊക്കെ ദുആ ചെയ്യാൻ നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം രോഗികളായി പ്രയാസത്തിലായി കഴിയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും, സാമ്പത്തികമായ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാഹ്. അല്ലാഹു റിസൾട്ടുകളൊക്കെ കാത്തിരിക്കുന്നവരാണ് പലരും. എല്ലാവരുടെയും റിസൾട്ടുകളൊക്കെ നീ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.